Hi guys, my name is Adarsh. I am second year MBBS student from GMC Kollam. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിലോട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതായത് എന്ത് ബുക്കാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ MBBSൽ 3 സബ്ജക്റ്റാണ് ഉള്ളത്: അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് അനാട്ടമിയിലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് എളുപ്പമായിട്ട് തോന്നുന്നൊരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ അത്ര ടഫും അല്ല, പക്ഷേ അത്ര ഈസി അല്ലാത്തൊരു സബ്ജക്റ്റാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഇതിൽ അനാട്ടമി എന്ന് പറയുമ്പോൾ അനാട്ടമി തന്നെ വരുന്നൊരു കാര്യമാണ് ഹിസ്റ്റോളജി, എംബ്രിയോളജി, ന്യൂറോ അനാട്ടമി, ജനറൽ അനാട്ടമി, ഓസ്റ്റിയോളജി. അതേപോലെ തന്നെ മെയിൻ പാർട്ടായിട്ട് ഗ്രോസ് അനാട്ടമിയാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. എക്സാമിന് വെയിറ്റേജ് വരുന്നത് ഗ്രോസ് അനാട്ടമിയാണ്. ഗ്രോസ് അനാട്ടമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, അബ്ഡോമൻ, ഹെഡ് ആൻഡ് നെക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അത് നമ്മുടെ ഓർഗൻസിനെ കുറിച്ചും വെസൽസ്, നെർവ്, ആർട്ടറി, വെയിൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ഗ്രോസ് അനാട്ടമിയിലാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോളജിയിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺസിനെ കുറിച്ചാണ് ഓസ്റ്റിയോളജിയിൽ വരുന്നത്. പക്ഷേ ഓസ്റ്റിയോളജിയിലെ ക്വസ്റ്റ്യൻസ് തിയറി എക്സാമിന് ചോദിക്കത്തില്ല. തിയറി എക്സാമിന് വരുന്നത് എംബ്രിയോളജി, ഹിസ്റ്റോളജി, ന്യൂറോ അനാട്ടമി, ജനറൽ അനാട്ടമി, ഒരു ഗ്രോസ് അനാട്ടമി. ഇതായിരിക്കും തിയറി എക്സാമിന് വരുന്നത്. ഓസ്റ്റിയോളജി പ്രാക്ടിക്കൽ വൈവയ്ക്കും കാര്യങ്ങൾക്കൊക്കെയാണ് ഓസ്റ്റിയോളജി വരുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കലിനാണ് മെയിനായിട്ട് ഓസ്റ്റിയോളജി വരുന്നത്. ബാക്കിയെല്ലാം തിയറി എക്സാമിനുണ്ടാവും. നെക്സ്റ്റ് ബയോകെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ബയോകെമിസ്ട്രി കൂടുതൽ സൈക്കിൾസാണ് ബയോകെമിസ്ട്രിയിലുള്ളത്. അതായത് നമ്മൾ +2 പഠിച്ച പോലെ തന്നെ ക്രെബ് സൈക്കിള്, ഗ്ലൂക്കോജനസിസ് ഇങ്ങനത്തെ ഇതേപോലത്തുള്ള ചാപ്റ്റേഴ്സാണ് ബയോകെമിസ്ട്രിയിലുള്ളത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള സൈക്കിൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ബയോകെമിസ്ട്രി. തുടക്കത്തിൽ നമുക്ക് ടഫായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഗ്രാജുവലി നമുക്കത് എളുപ്പമായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഫിസിയോളജിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫങ്ഷനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അതായത് ഓരോ സിസ്റ്റം വൈസാണ് പഠിക്കുന്നത്. ഹാർട്ട്, റീനൽ, സീനസ്, അങ്ങനെ ഓരോ സിസ്റ്റം വൈസാണ് ഫിസിയോളജിയിൽ പോകുന്നത്. അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, ലിവറിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, അങ്ങനെ ലങ്സിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് ഫിസിയോളജിയിൽ വരുന്നത്. ഏതൊക്കെ ബുക്സാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറയാം. നമ്മളിപ്പോൾ MBBS ഫസ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ തന്നെ കുറേ പേര് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് വിചാരിക്കും ഗോൾഡ് സ്റ്റാൻഡേർഡ് ബുക്സ്. ഞാൻ പേഴ്സണലി വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ബുക്കൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്ക് പഠിച്ചാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബുക്ക് ഫുള്ളൊന്നും നമുക്ക് ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഞാൻ ആദ്യം അനാട്ടമിക്കായിട്ട് ഉപയോഗിച്ചത് വിശ്രാം സിംഗ് എന്ന് പറഞ്ഞ ബുക്കാണ്. വിശ്രാം സിംഗ് എന്ന് പറഞ്ഞ ബുക്ക് ഇതാണ് ഞാൻ ഉപയോഗിച്ച ബുക്ക്. ഇതെന്ന് പറയുന്നത് അബ്ഡോമൻ ആൻഡ് ലോവർ ലിംബിൻ്റെ ഒരു ബുക്കാണിത്. ഇതേപോലെ തന്നെ ഇത് 3 ബുക്കുണ്ട്. ഇത് ഒരു ബുക്കാണ്. ഇതുപോലത്തെ 2 ബുക്കും കൂടെ ഉണ്ട്. അതിലാണ് ഹെഡ് ആൻഡ് നെക്ക് വരുന്നത്. അതുപോലെ തന്നെ അപ്പർ ലിംബ്, തൊറാക്സ് വരുന്നത് വേറെ ബുക്കിലാണ്. അങ്ങനെ 3 ബുക്കാണ് ഇതിന് ഉള്ളത്. അതേപോലെ തന്നെ എംബ്രിയോളജിക്ക് വേറെ ബുക്കുണ്ട്, ഹിസ്റ്റോളജിക്ക് വേറെ ബുക്കുണ്ട്, ഓസ്റ്റിയോളജിക്ക് വേറെ ബുക്കുണ്ട്, ജനറൽ അനാട്ടമിക്ക് വേറെ ബുക്കുണ്ട്. പക്ഷേ ഹിസ്റ്റോളജിക്ക് നമ്മൾ മെയിനായിട്ട് റെക്കോർഡ് ബുക്ക് നമ്മൾ ഓരോ ലാബിൽ വരയ്ക്കുന്ന റെക്കോർഡ്സിലെ ഡയഗ്രാം വെച്ചാണ് നമ്മൾ ഹിസ്റ്റോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്റ്റിയോളജിക്കും ബുക്കിൻ്റെ ആവശ്യമില്ല. ഈ ഗ്രോസ് അനാട്ടമി തന്നെ ഓസ്റ്റിയോളജി ബോൺസിൻ്റെ പിക്ചറും മാർക്കിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഓസ്റ്റിയോളജിക്കും ഹിസ്റ്റോളജിക്കും ബുക്കില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എംബ്രിയോളജി, ന്യൂറോ അനാട്ടമി, ജനറൽ അനാട്ടമി ഇതിന് നമ്മൾ സെപ്പറേറ്റ് ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഫിസിയോളജിക്കായിട്ട് ഉപയോഗിച്ചത് ഞാൻ 2 ബുക്കാണ് ഫിസിയോളജിക്കായിട്ട് ഉപയോഗിച്ചത്. GK പാൽ എന്ന് പറഞ്ഞ ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് GK പാൽ എന്ന് പറഞ്ഞ ബുക്ക്. ഇത് 2 വോളിയമായിട്ടാണ് ഉള്ളത്. ഇതൊരു വോളിയം, ഇതുപോലത്തെ ഇതേ വലിപ്പമുള്ളൊരു വേറൊരു വോളിയം കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ GK പാലാണെങ്കിൽ 2 വോളിയം ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഗീത എന്ന് പറഞ്ഞൊരു ബുക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗീത എന്ന് പറയുമ്പോൾ ഈ ഒറ്റൊരു ബുക്ക് മാത്രമേ ഉള്ളൂ. 2 ബുക്കും അത്യാവശ്യം നല്ല ബുക്കാണ്. ചിലവർ 2 ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അതിലേതെങ്കിലും ഒരു ബുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും, പഠിക്കാനും പറ്റും. നെക്സ്റ്റ് ബയോകെമിസ്ട്രിക്കാണ് ഉപയോഗിച്ചത്.
വാസുദേവൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഈ ബുക്ക് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഈ വാസുദേവൻ എന്ന് പറഞ്ഞ ബുക്കാണ്. പക്ഷേ എക്സാമിൻ്റെ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു പ്രസാദ് എന്ന് പറഞ്ഞൊരു ബുക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും കൂടെ വാസുദേവനിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ പ്രസാദ് എന്ന് പറഞ്ഞ ബുക്കും കൂടെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബുക്കിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ വേണമെങ്കിൽ.